മിശിഹായിൽ സ്നേഹമുള്ളവരെ, ഈ വചന ശുശ്രൂഷയിൽ പങ്കുചേരുന്ന എല്ലാവരെയും ഈശോ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. യേശുവിൻ്റെ പരസ്യ ജീവിതകാലത്ത് ഈശോ ചെയ്തിരിക്കുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രത്യേകമായി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത്ഭുതം സ്വീകരിക്കുന്ന വ്യക്തിയോട് ഈശോ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. വിശ്വാസത്തെ സംബന്ധിച്ചുള്ള ചോദ്യം. സുവിശേഷങ്ങളിൽ യേശുവിൻ്റെ കൃപ സ്വീകരിക്കുന്ന വ്യക്തിയോട് ഈശോ ചോദിക്കുന്ന ചോദ്യം വിശ്വാസത്തെ സംബന്ധിച്ചുള്ളതാണ്. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 5 മുതലുള്ള തിരുവചനങ്ങളിൽ ശതാധിപൻ്റെ ഭൃത്യനെ സുഖപ്പെടുത്തുന്നത് നമ്മൾ വായിക്കുന്നുണ്ട്. അവസാനം നീ വിശ്വസിച്ചതുപോലെ നിനക്ക് സംഭവിക്കട്ടെ എന്ന് പറഞ്ഞ് അവനെ യാത്രയാക്കുന്നു. ഈശോ കൂട്ടിച്ചേർത്ത് പറയുന്നു, ഇതുപോലുള്ളൊരു വിശ്വാസം ഇസ്രായേലിൽ ഒരുവനിൽ പോലും കണ്ടിട്ടില്ല. വീണ്ടും നമ്മൾ കാണുന്നു, യേശുവും ശിഷ്യന്മാരും വഞ്ചിയിൽ യാത്ര ചെയ്യുമ്പോൾ ശക്തമായ തിരമാലകൾ ഉയരുന്നു, കാറ്റ് ആഞ്ഞടിക്കുന്നു. ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ശിഷ്യന്മാർ അപേക്ഷ ഉണർത്തിക്കുന്നു. അപ്പോഴും ഈശോ ചോദിക്കുന്ന ഒരു ചോദ്യം അല്പവിശ്വാസികളെ എന്ന് പറഞ്ഞുകൊണ്ടാണ്. വീണ്ടും നമ്മൾ കാണുന്നു, ഒരു തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്നതിന് മുമ്പ് അവരെ കൂട്ടിക്കൊണ്ടുവന്നവരുടെ വിശ്വാസം കണ്ട് ആ തളർവാദ രോഗിയെ സൗഖ്യത്തിലേക്ക് നയിക്കുന്നത് നമ്മൾ കാണുന്നു. വഴിയരികിലിരുന്ന അന്ധയാചകർ സൗഖ്യത്തിന് വേണ്ടി വിളിച്ച് കരഞ്ഞ് അപേക്ഷിക്കുമ്പോൾ ഈശോ ചോദിക്കുന്ന ചോദ്യം ഇപ്രകാരമാണ്, എനിക്ക് ഇത് ചെയ്തു തരാൻ സാധിക്കുമെന്ന് നീ വിശ്വസിക്കുന്നുവോ? വീണ്ടും നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ ലാസറിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കുന്നതിന് മുമ്പ് മർത്തായോടും മറിയത്തോടും ഈശോ ആവർത്തിച്ച് ചോദിക്കുന്ന കാര്യം ഇതുതന്നെയാണ്, ഞാനാണ് പുനരുത്ഥാനവും ജീവനുമെന്ന് നീ വിശ്വസിക്കുന്നുവോ? ഈശോ കൂട്ടിച്ചേർത്ത് പറയുന്നു, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കും. ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കണമെങ്കിൽ വിശ്വാസം അടിസ്ഥാനമായി ഉണ്ടാകണമെന്ന് ഈശോ വ്യക്തമാക്കുന്നു. അതിൻ്റെ അർത്ഥം യേശുവിൻ്റെ അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും അടിസ്ഥാനം അത് സ്വീകരിക്കുന്ന വ്യക്തിയുടെ വിശ്വാസത്തിൻ്റെ തോതനുസരിച്ചാണ്. ആരെങ്കിലും യേശുവിൻ്റെ മുൻപിൽ അവരുടെ വിശ്വാസം ഏറ്റുപറയുന്നിടത്ത് അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുന്നതായി തിരുവചനത്തിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ. അങ്ങനെയാണ് എങ്കിൽ തിരുവചനം പരിശോധിച്ച് നോക്കുമ്പോൾ വിശ്വാസത്തെ സംബന്ധിച്ച് മനോഹരമായ ഒരു നിർവചനം ഹെബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം
1 തിരുവചനമാണത്. അത് ഇപ്രകാരമാണെന്ന് നമുക്കറിയാം. വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കും എന്ന ഉറപ്പ്, കാണപ്പെടാത്തവ ഉണ്ട് എന്നുള്ള ബോധ്യം. 2 കാര്യങ്ങൾ അവിടെ വ്യക്തമാക്കുന്നു. പ്രത്യാശിക്കുന്നവ ലഭിക്കും എന്നുള്ള ഉറപ്പ്, കാണപ്പെടാത്തവ ഉണ്ട് എന്നുള്ള ബോധ്യം. ഉറപ്പും ബോധ്യവും. എന്താണ് ഈ ഉറപ്പ്? എന്താണ് ഈ ബോധ്യം? ഗ്രീക്ക് ബൈബിൾ നമ്മൾ പഠിക്കുമ്പോൾ ഉറപ്പിൻ്റെ യഥാർത്ഥ അർത്ഥം നമ്മൾ കൂടുതൽ മനസ്സിലാക്കുന്നു. ഉറപ്പ് എന്നതുകൊണ്ട് ഗ്രീക്ക് ഭാഷയിൽ അർത്ഥമാക്കുന്നത് അടിസ്ഥാനം എന്നുള്ളതാണ്. അടിസ്ഥാനമാണ് ഉറപ്പ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഈ അടിസ്ഥാനത്തിന്മേലാണ് ഒരു വ്യക്തി അവൻ്റെ ജീവിതത്തെ പണിതുയർത്തേണ്ടതെന്ന് തിരുവചനം നമ്മെ ഓർമ്മിപ്പിച്ചു തരുന്നു. അതുകൊണ്ടാണല്ലോ വിശുദ്ധ പൗലോസ് ലീഹ കൊരിന്തോസുകാർക്ക് എഴുതിയ ലേഖനം 1 ലേഖനം 3 അധ്യായം 10 മുതലുള്ള തിരുവചനങ്ങളിൽ പൗലോസ് ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഇപ്രകാരമാണ്: യേശു ക്രിസ്തുവാകുന്ന അടിസ്ഥാനത്തിന്മേൽ ഒരു വിദഗ്ധ ശില്പിയെ പോലെ ഞാൻ പണിതുയർത്തി. പൗലോസിൻ്റെ ജീവിതത്തിൽ അടിസ്ഥാനമുണ്ടായിരുന്നത് യേശുവാണ് എന്ന് പൗലോസ് ലീഹ നമ്മെ ഓർമ്മിപ്പിച്ചു തരുന്നു. യേശുവാകുന്ന അടിസ്ഥാനത്തിന്മേലാണ് ഒരുവൻ തൻ്റെ ജീവിതത്തെ പണിതുയർത്തേണ്ടത്. പൗലോസ് ലീഹ വീണ്ടും ഓർമ്മിപ്പിച്ചു തരുന്നത് തുടർന്നുള്ള തിരുവചനങ്ങൾ പറയുന്നു. 6 തരത്തിലുള്ള പണികളെക്കുറിച്ച്, രത്നം കൊണ്ട്, വെള്ളി കൊണ്ട്, സ്വർണം കൊണ്ട്, തടി കൊണ്ട്, പുല്ലുകൊണ്ട്, വൈക്കോൽ കൊണ്ട്, ഈ 6 തരത്തിലുള്ള പണികൾ ഓരോരുത്തരും അവരുടെ ജീവിതമാകുന്ന ജീവിത ശൃംഖലയിൽ കൂട്ടിച്ചേർത്ത് വെച്ച് അവരുടെ ജീവിതത്തെ പണിതുയർത്തുമ്പോൾ അവസാന നിമിഷങ്ങളിൽ അത് വെളിവാക്കപ്പെടും. പ്രിയപ്പെട്ടവരെ, പൗലോസ് ലീഹയ്ക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. എൻ്റെ ജീവിതം അടിസ്ഥാനമിട്ടിരിക്കുന്നത് യേശു ക്രിസ്തുവിലാണ്. ഈ അടിസ്ഥാനത്തിന്മേലാണ് തൻ്റെ ജീവിതം പണിതുയർത്തേണ്ടതെന്ന് പൗലോസ് ലീഹയ്ക്ക് നല്ല കാഴ്ചപ്പാടുണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8 അധ്യായം 24 25 തിരുവചനങ്ങൾ: കണ്ടു കഴിഞ്ഞാൽ പിന്നെ പ്രത്യാശയല്ല. നാം കാണുന്നതിനെ ഒരുവൻ എന്തിന് പ്രത്യാശിക്കണം? എന്നാൽ കാണാത്തതിനെയാണ് നാം പ്രത്യാശിക്കുന്നതെങ്കിൽ അതിനുവേണ്ടി സ്ഥിരതയോടെ കാത്തിരിക്കും. അതുകൊണ്ട് ഹെബ്രായർക്ക് ലേഖനത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നു, വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്നുള്ള ഉറപ്പ്, അടിസ്ഥാനമിട്ടിരിക്കുന്നത് യേശു ക്രിസ്തുവിൽ. ആ ഉറപ്പിന്മേൽ ഒരു വ്യക്തി തൻ്റെ ജീവിതത്തെ, വിശ്വാസ ജീവിതത്തെ പണിതുയർത്തുന്നു. അതുകൊണ്ട് സുവിശേഷം നമ്മൾ മനസ്സിലാക്കുന്നു, ഈ വിശ്വാസത്തിന് വേണ്ടിയുള്ള ഓരോ അവസരങ്ങളും ഓരോ വ്യക്തികളും ഏറ്റുപറയുന്ന സമയത്ത് അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുന്നു. ഈ കാലഘട്ടത്തിലും യേശു ക്രിസ്തുവിൽ അടിസ്ഥാനമിട്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതം അനുഗ്രഹീതമായി തീരും എന്നുള്ളതാണ്. അതുകൊണ്ടാണല്ലോ ഈശോ ഉപമയിലൂടെ പഠിപ്പിക്കുന്നത്, പാറപ്പുറത്ത് പണിത ഭവനം, മണൽ അടിസ്ഥാനമിട്ട് പണിത ഭവനം, കാറ്റ് വന്നു, വെള്ളപ്പൊക്കമുണ്ടായി, പാറമേൽ പണിത ഭവനം, അതിൻ്റെ അടിസ്ഥാനം വളരെ ഉറപ്പുള്ളതാണ്. അതൊരിക്കലും പ്രതികൂല സാഹചര്യങ്ങളിൽ തകരുന്നില്ല. പക്ഷേ
മണലിൻ്റെ മീതെ പണിതുയർത്തിയിരിക്കുന്ന ഭവനം, അതിൻ്റെ അടിസ്ഥാനം ചെറിയൊരു കാറ്റ് വന്നാൽ, വെള്ളപ്പൊക്കമുണ്ടായാൽ, ശക്തമായ പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടായാൽ അത് തകർന്നു വീഴും എന്നുള്ളത് സുനിശ്ചിതമാണ്. പ്രിയപ്പെട്ടവരെ, വിശ്വാസം എന്നതിൻ്റെ മനോഹരമായ നിർവചനത്തിൽ ഒന്നാം ഭാഗം പ്രത്യാശിക്കുന്നവ ലഭിക്കും എന്നുള്ള ഉറപ്പ്, അടിസ്ഥാനം. ഈ അടിസ്ഥാനത്തിന്മേൽ ആരൊക്കെ അവരുടെ ജീവിതത്തെ പണിതുയർത്തുന്നുവോ അവരെല്ലാവരും അനുഗ്രഹീതരായിത്തീരും. രണ്ടാമത്തെ കാര്യം വിശ്വാസത്തെ സംബന്ധിച്ച് പറയുന്നത് കാണപ്പെടാത്തവ ഉണ്ട് എന്നുള്ള ബോധ്യം. ഈ ബോധ്യത്തിൻ്റെ ആന്തരികമായ അർത്ഥം നമ്മൾ കൂടുതൽ മനസ്സിലാക്കുന്നത് തെളിവ് എന്നുള്ളതാണ്. കാണപ്പെടാത്തതിന് തെളിവുണ്ട്. അത് ഏറ്റുപറയുകയാണ്, അത് വിശ്വസിക്കുകയാണ്. ഒരു വിശ്വാസിക്ക് സ്വർഗത്തെക്കുറിച്ചുള്ള തെളിവൊന്നും പ്രത്യക്ഷത്തിൽ അവൻ്റെ മുൻപിൽ ഇല്ലായിരിക്കും. പക്ഷെ അവൻ വിശ്വസിക്കുന്നു സ്വർഗമുണ്ട് എന്ന്, വിശുദ്ധരുണ്ട് എന്ന്, മാലാഖമാരുണ്ട് എന്ന്. അവൻ്റെ മുന്നിൽ തെളിവ് അവൻ സ്വീകരിക്കുകയാണ്. പ്രത്യാശിക്കുന്നത് ലഭിക്കുമെന്ന ഉറപ്പ്, കാണപ്പെടാത്തവ ഉണ്ട് എന്നുള്ള ബോധ്യം. പലപ്പോഴും ഈ തെളിവ് പലതും നമ്മൾ അന്വേഷിക്കാറില്ല. നമ്മൾ സന്ദർശിക്കാത്ത രാജ്യങ്ങളും സ്ഥലങ്ങളും ഗ്രഹങ്ങളും ഒക്കെയുണ്ട് എന്ന് നമ്മളങ്ങ് വിശ്വസിക്കുകയാണ്. എനിക്ക് തെളിവ് കിട്ടിയാൽ മാത്രമേ അത് ഉണ്ട് എന്ന് ഞാൻ ഏറ്റുപറയുകയുള്ളൂ എന്ന് ആരും പറയാറില്ല. ആ തെളിവ് നമ്മൾ ഏറ്റെടുക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ഈ രണ്ട് കാര്യങ്ങളും വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ്. അടിസ്ഥാനം, അതുപോടൊപ്പം തെളിവ് എന്നുള്ളതും. അതുകൊണ്ടാണല്ലോ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 17-ാം തിരുവചനത്തിൽ അബ്രാഹത്തെക്കുറിച്ച് പറയുമ്പോൾ പൗലോസ് ശ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 17-ാം തിരുവചനം, ഞാൻ നിന്നെ അനേകം ജനതകളുടെ പിതാവാക്കിയിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. മരിച്ചവർക്ക് ജീവനും അസ്തിത്വമില്ലാത്തവയ്ക്ക് അസ്തിത്വവും നൽകുന്നവൻ്റെ മുമ്പിൽ അവൻ വിശ്വാസമർപ്പിച്ച ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉറപ്പുള്ളതായിരുന്നു ഈ വാഗ്ദാനം. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം ഈ വിശ്വാസത്തിൻ്റെ നിർവചനം പറഞ്ഞു വെച്ച് തുടർന്നങ്ങോട്ട് പഴയ നിയമത്തിൽ ഉണ്ടായിരുന്ന പിതാക്കന്മാർ എങ്ങനെയാണ് ഈ അടിസ്ഥാനം ഇട്ടത്, എങ്ങനെയാണ് ഈ തെളിവ് അത് കാണാതെ തന്നെ വിശ്വസിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 14-ാം തിരുവചനം നമ്മെ ഓർമ്മിപ്പിച്ചു തരുന്നത് ഇപ്രകാരമാണ്. ഒരു വ്യക്തി എങ്ങനെയാണ് തൻ്റെ ആദ്യ വിശ്വാസത്തെ മുറുകെ പിടിക്കേണ്ടത് എന്ന് ഓർമ്മിപ്പിച്ചു തരുന്നു. നമ്മുടെ ആദ്യ വിശ്വാസത്തെ അവസാനം വരെ മുറുകെ പിടിക്കുന്നെങ്കിൽ മാത്രമേ നാം ക്രിസ്തുവിൽ പങ്കുകാരാവുകയുള്ളൂ. മാമോദീസ സമയത്ത് ഒരു വ്യക്തി ക്രൈസ്തവ വിശ്വാസം സ്വീകരിക്കുന്ന സമയത്ത് തലതൊട്ടപ്പനും തലതൊട്ടമ്മയും ആ കൈക്കുഞ്ഞിനു വേണ്ടി പകരക്കാരായി നിന്നുകൊണ്ട് വിശ്വാസത്തെ ഏറ്റുപറയുന്നത് ശ്രദ്ധിക്കുക. വിശുദ്ധ ബലിയുടെ സമയത്ത് വിശ്വാസം ഏറ്റുപറയുന്നത് ശ്രദ്ധിക്കുക. വിശ്വാസം ഉണ്ടാകണമെന്ന് സഭ അനുശാസിക്കുന്ന കാര്യങ്ങളെ പ്രത്യേകമായിട്ട് ഓർക്കുക. പ്രിയപ്പെട്ടവരെ, ഉറപ്പ്, ബോധ്യം
ഈ രണ്ട് കാര്യങ്ങളും ഒരുവൻ്റെ വിശ്വാസ ജീവിതത്തെ ഉത്തരോത്തരം വളർത്തുന്നതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായത്തിൽ ഈ വിശ്വാസ ജീവിതത്തെ അതിൻ്റെ ആഴത്തിൽ ജീവിച്ച വ്യക്തികളെ പരിചയപ്പെടുത്തുന്നത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. പല വ്യക്തികളും അതിലുണ്ട് എങ്കിലും ചില വ്യക്തികൾ പ്രത്യേകം ശ്രദ്ധ അർഹിക്കുന്നതായി നമ്മൾ കാണുന്നു. ഈ ലോകം സൃഷ്ടിച്ചത്, ലോകത്തിലുള്ള സർവചരാചരങ്ങളും ദൈവവചനത്താൽ ലോകം സൃഷ്ടിക്കപ്പെട്ട എന്ന് കാണപ്പെടുന്നവ കാണപ്പെടാത്തവയിൽ നിന്ന് ഉണ്ടായി എന്ന് വിശ്വാസം മൂലം നാം അറിയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എങ്ങനെയാണ് പൂർവപിതാക്കന്മാർ അവരുടെ വിശ്വാസം ഏറ്റുപറഞ്ഞത് എന്നുള്ളൊരു ലിസ്റ്റ് നമ്മൾ തിരിച്ചറിയുന്നു. പ്രിയപ്പെട്ടവരെ, വിശ്വാസികളുടെ പിതാവായ അബ്രാഹത്തെക്കുറിച്ച് പറയുന്നത് ഇപ്രകാരമാണ്: മൃതനായി തൻ്റെ മകനെ കരുതിയാൽ പോലും അതിൽ നിന്ന് തനിക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ സംഭവിക്കുമെന്ന് അബ്രാഹം വിശ്വസിച്ചതായി തിരുവചനം നമ്മെ ഓർമ്മിപ്പിച്ചു തരുന്നുണ്ട്. യാക്കോബും ജോസഫും ഇസഹാക്കും ഈ വിശ്വാസത്തിൻ്റെ വക്താക്കളായി തീരുന്നത് ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായത്തിൽ വളരെ മനോഹരമായി വിവരിച്ചിട്ടുണ്ട്. അവരുടെ ജീവിതത്തിൽ ദൈവം അവർക്കുറപ്പുള്ള അടിസ്ഥാനമാണ്. ആ വാഗ്ദാനങ്ങളിൽ, ദൈവം നൽകിയ വാഗ്ദാനങ്ങളിൽ തെളിവ് കണ്ടാലെന്ന പോലെ അവർ വിശ്വസിക്കുകയാണ്. അബ്രാഹാം തൻ്റെ ജീവിതകാലത്ത് കടൽ തീരത്തെ മണൽത്തരികളെ പോലെയോ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെയോ തൻ്റെ സന്തതി പരമ്പര കാണുവാൻ അബ്രാഹത്തിന് കഴിഞ്ഞില്ലെന്നിരിക്കാം. പക്ഷേ അതെല്ലാം തൻ്റെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന്, തൻ്റെ തലമുറയിൽ സംഭവിക്കുമെന്ന് അവൻ അടിസ്ഥാനം ദൈവത്തിലിട്ടതുകൊണ്ട് ആ തെളിവിൽ അബ്രാഹാം വിശ്വസിക്കുന്നതായി നമ്മൾ തിരിച്ചറിയുന്നു. ഇസഹാക്കിനെ കുറിച്ചും യാക്കോബിനെ കുറിച്ചും ജോസഫിനെ കുറിച്ചും തെളിവ് നിരത്തിക്കൊണ്ട് ലേഖകൻ സമർത്ഥിക്കുകയാണ് അവരെല്ലാവരും ആഴമായ വിശ്വാസത്തിൽ അടിയുറച്ച് നിന്നവരാണെന്ന്. വലിയ പ്രവാചകനായ മോശ നൈമിഷിക സുഖങ്ങളെക്കാൾ ദൈവത്തിൻ്റെ ഹിതത്തിന് തൻ്റെ ജീവിതത്തെ അടിയറ വെച്ചതുകൊണ്ട് വലിയ പ്രവാചകനായി തീർന്ന് ജനതകളുടെ മോചനത്തിന് കാരണക്കാരനായി മോശ മാറിയതായി ഹെബ്രായർക്കുള്ള ലേഖനത്തിൽ നിന്ന് നമ്മൾ തിരിച്ചറിയുന്നു. ജോഷുവയെക്കുറിച്ച്, ജെറിക്കോ പട്ടണം തകർന്നു വീണതിനെക്കുറിച്ച്, അതിൻ്റെ എല്ലാം അടിസ്ഥാനം എന്ന് പറയുന്നത് വിശ്വാസമാണ് എന്ന് ലേഖകൻ സൂചിപ്പിക്കുന്നു. പിന്നീട് അങ്ങോട്ട് പല വ്യക്തികളുടെ പേരുകൾ നിരത്തുകയാണ്. ഗിദയോൻ, ബാറാഖ്, സാംസൺ, ജെഫ്ത, ദാവീദ്, സാമുവേൽ, ഇവരെക്കുറിച്ചും പ്രവാചകന്മാരെക്കുറിച്ചും വിശ്വാസത്തിലൂടെ അവർ രാജ്യങ്ങൾ പിടിച്ചടക്കിയെന്നും നീതി നടപ്പാക്കിയെന്നും വാഗ്ദാനങ്ങൾ സ്വീകരിച്ചുവെന്നും സിംഹങ്ങളുടെ വായ്കൾ പൂട്ടിയെന്നും അഗ്നിയുടെ ശക്തി കെടുത്തിയെന്നും വാളിൻ്റെ വായ്ത്തലയിൽ നിന്ന് രക്ഷിക്കപ്പെട്ടുവെന്നും അവരുടെ ബലഹീനത സമയത്ത് വിശ്വാസത്തിലൂടെ അവർ ശക്തിയാർജിച്ചുവെന്നും ലേഖകൻ സമർത്ഥിക്കുകയാണ്. ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, ഈ വിശ്വാസത്തിൻ്റെ ഈ ലിസ്റ്റിൽ രേഖപ്പെടുത്താതെ വിട്ടുകളഞ്ഞൊരു വ്യക്തിയെ പോലെയാണ് പരിശുദ്ധ കന്യകാമറിയത്തെ ഞാൻ നോക്കിക്കാണുന്നത്. നമ്മുടെ അമ്മയെ, പരിശുദ്ധ കന്യകാമറിയത്തെ ഈ ലിസ്റ്റിൽ നിന്ന് എന്തുകൊണ്ട് ലേഖകൻ വിട്ടുകളഞ്ഞു? അമ്മയുടെ ജീവിതം, പരിശുദ്ധ അമ്മയുടെ ജീവിതം നമ്മൾ തിരിച്ചറിയുന്നു. ഗബ്രിയേൽ ദൂതൻ ദൈവദൂത് വന്നറിയിച്ചപ്പോൾ
ഇതെങ്ങനെ സംഭവിക്കും എന്നുള്ളൊരു ചോദ്യം പരിശുദ്ധമ്മ തിരിച്ചു ചോദിക്കുന്നുണ്ടല്ലോ. പക്ഷേ അവൾക്ക് വലിയ അടിസ്ഥാനം ദൈവത്തിലുണ്ടായിരുന്നു. ഇത് ദൈവദൂതാണെന്നും ദൈവദൂതൻ തെളിവായിട്ടാണ് കാര്യങ്ങൾ പറയുന്നതെന്നും അവൾക്ക് ബോധ്യമുണ്ടായി. അവൾ ദൈവഹിതത്തിന് ആമേൻ പറഞ്ഞു. ദൈവത്തിൻ്റെ ഹിതം എന്നിൽ സംഭവിക്കട്ടെ എന്നേറ്റു പറയുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിശ്വാസം അനുദിനവും വളരേണ്ടതാണ്, വളർത്തേണ്ടതാണ്. അനുദിനവും ഏറ്റുപറയുവാൻ നമ്മൾ കടപ്പെട്ടവരാണ്. എൻ്റെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം പൗലോസ്ലീഹായെപ്പോലെ നമുക്കും ഏറ്റുപറയുവാൻ സാധിക്കുമോ? എൻ്റെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എന്നുള്ളത് യേശു ക്രിസ്തുവാണ്. ഈ യേശു ക്രിസ്തുവിലാണ് സർവവും ഞാൻ പണിതുയർത്തുന്നത്. അതുകൊണ്ട് ഒരു വ്യക്തിക്കും ഒരു ശക്തിക്കും അതിനെ നശിപ്പിക്കുവാനായി സാധിക്കുകയില്ല. ആഴമേറിയ വിശ്വാസ ചൈതന്യം യേശുവിൻ്റെ സന്നിധിയിൽ നമുക്കും ഏറ്റുപറയാം. നമുക്കും ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധമ്മേ, കന്യകാമറിയമേ, ആഴമേറിയ വിശ്വാസ ചൈതന്യത്തിൽ ജീവിച്ച ഞങ്ങളുടെ അമ്മേ, ആഴമേറിയ വിശ്വാസ ചൈതന്യത്തിൽ മുന്നോട്ട് പോകുവാനുള്ള കൃപാവരം ഞങ്ങൾക്ക് നൽകണമേ. പഴയ നിയമത്തിലെ പിതാക്കന്മാരെ പോലെ, വിശ്വാസം കൊണ്ട് ശക്തി പ്രാപിച്ചവരെ പോലെ ഞങ്ങളുടെ ജീവിതവും ശക്തി പ്രാപിക്കാനുള്ള കൃപാവരം ഞങ്ങൾക്ക് നൽകണമേ. പുതിയ നിയമത്തിൽ യേശുവിൻ്റെ കൃപയും അനുഗ്രഹവും സ്വീകരിച്ച എല്ലാ വ്യക്തികളും അവരുടെ വിശ്വാസം ഏറ്റുപറഞ്ഞതുപോലെ ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലും അനുദിനവും വിശ്വാസം ഏറ്റുപറയുന്ന വ്യക്തികളാക്കി ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.